ഇക്ക ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഹാ, ആരിത്? സലീമോ? വാമനെ ഇരിക്ക്. എന്താടാ കാര്യം? എന്താടാ? എനിക്കൊരു 200 dirhams വേണമായിരുന്നു. നിനക്കെന്തിനാ കാശ്? അത്യാവശ്യമുണ്ട്. നിനക്കെന്താ ഇപ്പൊ എത്ര അത്യാവശ്യം? അത് പേഴ്സണലാ, ഇക്കറിയണ്ട. അത് ഞാൻ അറിയണമല്ലോ അനിയാ. എന്റെ കാശ് തരുമ്പോ നിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയണ്ടേ? ആവശ്യം പറഞ്ഞില്ലെങ്കിൽ ഇക്ക കാശ് തരില്ലേ? ഇല്ല, പണം വെറുതെ കിട്ടുന്നതല്ല സലിമേ. രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാ. ഓ, എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇക്ക പണം തരില്ല എന്ന്? ആവശ്യം എന്താണെന്ന് പറയാതെ ഞാൻ തരില്ല. ശരി, എനിക്ക് പണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു പണക്കാരൻ വന്നിരിക്കുന്നു. സലീം, മോനെ സലീം, നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ചോദിക്കുമ്പം പണം എടുത്തു തരാൻ എനിക്കിവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നീ വന്നിട്ട് എത്രയായി? ഓ, ഞാൻ ഓർക്കുന്നില്ല. എന്നാ ഞാൻ ഓർക്കുന്നു. 8 മാസം. നീ ഇതുവരെ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചോ? എത്ര ജോലി നിനക്കാൻ ശരിയാക്കി തന്നു? നിനക്കതൊന്നും വേണ്ട. 10-11,000 ദിർഹം മുടക്കി വിസ എടുത്ത് നിന്നിവിടെ കൊണ്ടുവരുമ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം നിനക്ക് എത്ര ടെലിഫോൺ കാർഡ് വേണം? 8 മാസത്തിൽ നീ എത്ര തവണ ഉമ്മയെ വിളിച്ചിട്ടുണ്ട്? പിന്നെ ആരൊക്കെ നീ ഫോണൊക്കെ ചെയ്യുന്നേ? മൈൻഡ് യുവർ വേർഡ്സ്. അതൊന്നും നിക്കറിയേണ്ട ആവശ്യമില്ല. പിന്നെ ആരറിയണം? ഒച്ചയടക്കണ്ട, ഞാൻ പോവാ. ഒരു 200 മണീസ് പോലും തരാൻ കഴിയാത്ത ഒരു ഏട്ടൻ. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ ഏട്ടൻ തന്നെയാണോ? പഴയ പുരാണങ്ങൾ കേൾക്കാൻ എനിക്ക് സമയമില്ല. തന്നതിന്റെ തിന്നതിന്റെ കണക്ക് ഇവിടെ വിളവുണ്ട്. ഞാൻ തന്നേക്കാം, എല്ലാം മടക്കി തന്നേക്കാം. എന്താ പോരെ? സലീം, എടാ സലീമേ, നിക്കടാ. കാതിർക്ക, ദേ കണ്ടില്ലേ, ഞാൻ പൊന്നുപോലെ നോക്കിയ എന്റെ അനിയൻ പറഞ്ഞത് കേട്ടില്ലേ? മണൽക്കാറ്റ് വീശുമ്പം കനലെരിയുന്നത് എന്റെ കൽബില. എന്നിട്ടും കരളൊരുകി തകരുമ്പം കണ്ണു നിറയാതിരിക്കാൻ ശ്രമിച്ചു, ആരും കാണാതിരിക്കാൻ. കരയാതെ കരയുമ്പോഴും കൂടപ്പിറപ്പുകൾ മാത്രമായിരുന്നു മനസ്സ് നിറയെ. എന്നിട്ടും ഇപ്പൊ എന്തായി കാതിർക്ക? ദേ കണ്ടില്ലേ, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിച്ച ഞാൻ എനിക്ക് സങ്കടമൊന്നുമില്ല. ഏതാണ്ടൊക്കെ കേട്ടപ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അതിപ്പം പോയി കാതിർക്ക. നിന്നെ എനിക്കറിയാം മോനെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഒരു ചെണ്ട പോലെയാ നമ്മള്. ചെണ്ടയിൽ ആർക്കും കൊട്ടാം, പക്ഷെ ചെണ്ടക്ക് തിരിച്ചാരും കൊട്ടാൻ പറ്റൂലല്ലോ. എടാ സുലൈമാൻ, സുലു, എടാ സുലു, നീ എന്താ ഇവിടെ? നീ എന്താ ഈ സമയത്ത് ഇവിടെ? ആ, നിങ്ങൾ രണ്ടാളും എങ്ങട്ടാ? ചന്തയില് മൂരിക്കുട്ടനെ വാങ്ങാവുന്ന കച്ചവടക്കാരെ പോലെ. അതാടെ നിക്കട്ടെ മോനെ, എനിക്കെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഞാനോ? അതായത് മൊയ്തുണ്ണി, ഞാനിവിടെ. അതായതല്ല, തേങ്ങാക്കൊല. ഇനി കഥ പ്രസംഗിക്കാണ്ട് കാര്യം പറ സുലൈമാനെ. ഇവിടെ റൂമുണ്ടെന്ന് ആരേനും പറഞ്ഞത്? കൊണാപ്പനാണോ? മൊയ്തുണ്ണീനാ? സുലൈമാനെ, കുറച്ച് കാശ് കയ്യിൽ വരുമ്പോ ഞമ്മക്ക് ചിലപ്പോ തോന്നലുകളും പൂതികളൊക്കെ വരും. അത് ഇന്ത്യയോ എന്റെയോ കുഴപ്പമില്ല. തൊലിവെളുപ്പുള്ള ചരക്കുകളെ കാണുമ്പോ നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യമാര മറക്കരുത്. നമ്മളെ കുട്ടികളെയും പെറ്റുപോറ്റി അടുക്കളയിലെ പുകയും കരിയും കൊണ്ട് ഉള്ളുരുക്കവും പിടിച്ച് എല്ലും തോലുമായി നിറമങ്ങുമ്പോ ഉമ്മക്കോളം അടുക്കും. ഓരോ മറന്നു കളിച്ചാ പടച്ചവൻ പൊറുക്കൂലടോ. എന്തായിരുന്നു ചന്ദ്രട്ടന്റെ അവസ്ഥ? കള്ളും പെണ്ണും ബാറും. ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ പോയില്ലേ? ഇപ്പൊ തലയായിക്കാൻ ഒരു കൂരക്ക് വേണ്ടി പണിയെടുക്ക. പാവം എപ്പോഴാവുമെന്ന് പടച്ചോനറിയാം. പോയതൊന്നും തിരിച്ചു കിട്ടൂല. ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നോക്ക്. ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല സുലൈമാനെ. ഇനിയിവിടെ പെണ്ണുങ്ങളെത്ത് പോയി ചോദിക്കും പോലെ നാട്ടിൽ നിന്ന് ചോട ആണുങ്ങളെയും വിളിച്ച് സൂയിക്കാൻ തുടങ്ങിയാല് എന്തായിരിക്കും എന്റെ പുകില്? പിന്നെ സുലു,
ഡെറ്റോളയിച്ച വെള്ളത്തിൽ 101 പ്രാവശ്യം കുളിച്ചതിന് ശേഷം റൂമ് കേട്ടു. സ്വീപ്പാക്കല്ലേ? ഏത് സുലൈമാന സ്വീപ്പാക്കല്ലേ? ഓന്റെ ഒടുക്കത്തൊരു ബില്ല്, പനി പിടിച്ചു വരുന്നവന് അറ്റാക്ക് ഉണ്ടാക്കണ ഒരു ബില്ല്, മനുഷ്യനെ അറക്കണ അറവശാലകളാ ക്ലിനിക്കുകൾ. ഇങ്ങനെ പോയാ പാവപ്പെട്ടവർക്ക് സൂക്കേട് വന്നാ കഷ്ടത്തിന്റെ നടുക്കടലായി പോവില്ലേ? എന്താ സുലൈമാനെ? ഒന്നും പറയണ്ട എന്റെ കാതർക്ക. ഒരു പനി വന്നതിന് അവരുടെ ചോരയും മൂത്രവും ഒക്കെ ഇനി തടിമേൽ ഒന്നും എടുക്കാൻ ബാക്കിയില്ല. ബില്ല് കണ്ടപ്പോ ബോധം കെടാണ്ടിരുന്ന നിന്റെ തടിന്റെ കപ്പാസിറ്റി കൊണ്ടാ. കണക്കായിപ്പോയി. എങ്ങനെയെങ്കിലും ഉണ്ടാക്കണ കാശ് ഓട്ടപാത്രത്തിലെടുക്കണ വെള്ളം പോലെയാ. ഓക്കത്തിനും പടച്ചോന് കണക്കുണ്ട് സുലൈമാനെ, അത് മറക്കണ്ട. നിങ്ങളെങ്ങനെയല്ലേ പറയാ? ഡോക്ടർ നിങ്ങളെ ചങ്ങായി അല്ലേ? ചെല്ല് ചെല്ല്, പൈസ കൊടുത്ത് ബോധം കെടാൻ ചെല്ല്. എന്തേക്കാ ഡോക്ടർ ഇല്ലേ? ഉണ്ടല്ലോ. ഒന്ന് കാണായിരുന്നു. ഡോക്ടർ കാതറൊക്കെ വന്നിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇക്കെ നമ്പർ 4ലേക്ക് പൊക്കോളൂ കേട്ടാ. ശരി ശരി. രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് കാണിച്ചോളൂ. ശരി ഡോക്ടർ. നെക്സ്റ്റ്. അല്ല, ആരാ ഇത്? കാതർക്ക് കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇരിക്കൂ. എവിടെയായിരുന്നു ഇത്രയും നാള്? നമ്മൾ എവിടെ പോവാനാ? കട വിട്ടാ മുറി, മുറി വിട്ടാ കട. ഇടക്കെപ്പോഴെങ്കിലും ചങ്ങാതിമാരെ കാണാൻ ഇറങ്ങും. കാതർക്ക് എന്താ കഴിക്കുന്നേ? ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? ഒന്നും വേണ്ട. എന്തെങ്കിലും? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അല്ല ഡോക്ടറെ, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പ്രാക്ക് ദിവസവും വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ. അത് ഈ പ്രൊഫഷന്റെ ഭാഗമാ. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും രണ്ടഭിപ്രായമുള്ള ആൾക്കാരാ. അതൊക്കെ നോക്കാൻ നിന്നാ ഇവിടെ ജീവിക്കാൻ പറ്റുമോ കാതർക്ക? അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടുത്തെ രോഗികളിൽ അധികവും തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങളാ. ഒരസുഖം വന്നാ ആ മാസത്തെ തുക തീരും. പാവങ്ങളോട് ഒരു ഇത്തിരി ദയ കാട്ടിക്കൂടെ? കാതർക്ക ഒരു പാവം, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവം. കാതർക്കയെ പോലെ ഞാൻ ചിന്തിച്ചാൽ ഇതിന്റെ റെന്റ്, സ്റ്റാഫിന്റെ ശമ്പളം, മറ്റ് ചെലവുകളൊക്കെ കൂടി ഒരു മാസം വലിയ സംഖ്യ വേണം. വരുന്ന രോഗികളുടെ ജാതകവും തരവും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലിനിക്ക് അടച്ചുപൂട്ടേണ്ടി വരും. എന്നെ ലണ്ടനിൽ അയച്ചു മെഡിസിൻ പഠിപ്പിക്കാൻ പാലാട്ട് അച്യുതമേനോൻ എന്ന എന്റെ അച്ഛൻ സ്വത്തുവകൾ ഒരുപാട് വിറ്റു. അതൊക്കെ ഞാനായിട്ട് തിരിച്ചു പിടിക്കണ്ടേ? മുറിക്കടലാസിൽ ഓസിന് കുറിപ്പെഴുതി കൊടുക്കാൻ ഇതൊരു ധർമാശുപത്രി ഒന്നുമല്ല. അതാണ് ഇന്നത്തെ കാലത്തെ അവസ്ഥ. കാതർക്ക ചിന്തിക്കുന്ന പോലൊക്കെ ഇപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട്. ഒരു ഒന്നാം തരം ബിസിനസ്സുകാരനാണെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ മാറ്റിവെക്കണം ആദ്യം. അതാ ഇന്നത്തെ കാലത്തെ അവസ്ഥ. മാറണമെന്നും മാറ്റണമെന്നും ഉണ്ട്. പക്ഷെ നമ്മൾ മാറിയാലും അവസ്ഥ മാറില്ല. അതാണ് കാലം. നിങ്ങൾ ഈ വലിയ വലിയ വർത്താനം പാവം ചായക്കടക്കാരന് മനസ്സിലാവില്ല എന്ന് കൂട്ടിക്കോളി. എന്താ ഇത്? ഞാൻ എന്നും ആഗ്രഹിക്കും കാതർക്കെ പോലത്തെ ഒരു മനസ്സെനിക്കുണ്ടായിരുന്നെങ്കിലോ എന്ന്. കാതർക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തില്ലായിരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു എന്നാ? ഡോക്ടറുടെ പഠിപ്പും മിടുക്കൊണ്ട് ഈ നിലയിലെത്തി, അത്ര തന്നെ. പിന്നെ പടച്ചോന്റെ അനുഗ്രഹവും. അല്ല, ചോദിക്കാൻ മറന്നുപോയി, മോക്ക് സ്വന്തനല്ലേ? സുഖം. കാതർക്ക എന്താ വീട്ടിൽ വരാത്തത്? മോളും സുമി എന്നും ചോദിക്കുന്നുണ്ടല്ലോ. മോണ്ട് കാണണമെന്ന്, പക്ഷെ നേരം വേണ്ടേ? തന്നെയല്ല, ഇപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു ക്ഷീണം. പ്രായമായി വരല്ലേ. അപ്പൊ കാതർക്ക നമുക്കൊരു ചെക്കപ്പ് നടത്താം. എന്റെ ഉള്ള കട തീരെ എഴുതി തരേണ്ടി വരുമോ? ഈ കാതർക്കയുടെ ഒരു കാര്യം, നമ്മളും ചെറിയൊരു ഡോക്ടറാണെന്ന് കൂട്ടിക്കോളി. ചെറിയ പനിക്കും തലവേദനക്കും അടോളും പനഡോളും നമ്മൾ കടയിൽ നിന്ന് കൊടുക്കും. വേറും 50 ഫീൽസിന്. പാവപ്പെട്ടവന്റെ പനിയും തലവേദനയും അതോടെ പമ്പ കടക്കും. എന്റെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണല്ലോ കാതർക്ക.
ഉറക്കം ഒഴിക്കരുത്, കുറച്ച് വിശ്രമമൊക്കെ വേണം. BP ഉണ്ട്, മരുന്നിന് എഴുതി തരാം. പിന്നെ നാളെ രാവിലെ ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യണം. വെറുതെ അല്ല നിങ്ങളുടെ അടുത്ത് ആരും വരാത്തത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത ഗൾഫുകാരുണ്ടോ ഡോക്ടറെ? ഇതൊക്കെയല്ലേ ഗൾഫുകാരന്റെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം എന്ന് പറയണത്. താഴെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോളൂ ഗുളിക. മറ്റെവിടെയും കിട്ടൂലേ പ്രഷറിന്റെ ഗുളിക? ഡോക്ടർ പറയുന്നത് രോഗി അനുസരിക്കണം. ഓ, ഞാനിപ്പോ ഒരു രോഗിയാണല്ലോ, മറന്നുപോയി. ഇപ്പോഴാ ശരിക്കും ഞാനൊരു ഗൾഫുകാരനായത്. എന്റെ കതർക്ക, നിങ്ങൾക്കൊന്നുമില്ല, വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടണ്ട. ടെൻഷനൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. രാവിലെ വന്ന് ഷുഗർ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. പോട്ടെ. നേരം കിട്ടുമ്പോൾ വീട്ടിൽ വരാൻ മറക്കണ്ട. സുമിയും മോളും തിരക്കുന്നുണ്ട്. ഓക്കെ, ശരി, എന്നാ ഇറങ്ങട്ടെ.